നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്കൊപ്പം കയറിയത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഞാൻ നിങ്ങൾക്കൊപ്പം ആയതുകൊണ്ട് മാത്രമല്ലേ പോലീസിന്റെ പിടിപ്പെടാതെ ഞാൻ രക്ഷപ്പെട്ടത് എന്ന് കരുതി ഞങ്ങൾക്ക് ഇനിയും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. നിന്റെ ഫോൺ ഓണല്ലേ, അത് ഉറപ്പായിട്ടും പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫോണ് എന്റെ ഫ്രണ്ടിന്റെയാ. ഈ നമ്പർ ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ എന്റെ ഫോൺ റെസ്റ്റോറന്റിൽ തന്നെ ഇരിക്കുക. ഇവനെ നമുക്ക് പോലീസിൽ ഏൽപ്പിച്ചാലോ? അതല്ലേ അതിന്റെ ഒരു ശരിയായ രീതി. അയ്യോ, നിങ്ങൾ എന്നെ ചതിക്കല്ലേ. ഞാൻ നിങ്ങളെ വിശ്വസിച്ച കൂടെ വന്നത്. നിന്നെ ഞങ്ങൾ ചതിക്കില്ല. പക്ഷെ നീ എങ്ങോട്ട് പോയാലും പോലീസ് അല്ലെങ്കിൽ ഗുണ്ടകൾ നിന്നെ പിടികൂടും. നീ എന്തിനാ കരയുന്നേ? ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലായി പോയി. എന്നെ പോലീസ് പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. പാവന്റെ അമ്മ എന്നെ പ്രതീക്ഷിച്ച് കാത്തിരിക്കും. എവിടെയാ നിന്റെ അമ്മ? അങ്ങ് വണ്ടി പിരിയാറില്ല. അതങ്ങ് ഒരുപാട് ദൂരെയല്ലേ. ഇന്നൊരു രാത്രി എവിടെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളുടെ കെയർ ഓഫില് എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ? ഞങ്ങൾ വിചാരിച്ചാലൊന്നും അത് നടക്കില്ല. പാവം, ഈ സ്ഥിതിയില് ഇവനെ നമ്മൾ കൈവിട്ട പോലീസ് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോകും. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇന്നൊരു രാത്രി നമ്മൾ ഇവനെ കൊണ്ട് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണമെന്നോ? എന്നിട്ട് വേണം ജയിലിൽ പോയി കിടന്ന് കൊതുകടി കൊള്ളാൻ. ബന്ധു, നീ നിന്റെ സെന്റിമെന്റ്സ് ഒക്കെ മാറ്റിയേക്ക്. ഇത് പ്രശ്നം വേറെയാ. ഇവനെ നമ്മൾ ചുമന്നോണ്ട് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ഈ ഒരു രാത്രി ഇവനെ പോലീസ് പിടിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്ലീസ്, ഇന്നത്തെ ഒരു രാത്രി താമസിക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം തരപ്പെടുത്തി തരാവോ? എന്നാ എനിക്കത് വലിയ ഉപകാരമായിരുന്നു. നാളെ രാവിലെ തന്നെ എനിക്ക് നാട്ടിലേക്ക് പോവാം. നോ രക്ഷ, സോറി. ഇന്നൊരു രാത്രി മാത്രമാണെങ്കിൽ തൽക്കാലം നിനക്ക് സ്റ്റേ ഞങ്ങൾ സെറ്റ് ചെയ്യാം. ഇന്നൊരു രാത്രി ഇവനെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്താതിരിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളൊന്നിങ്ങോട്ട് വന്ന് വാ. This is where you get minus. പാവം, നമ്മൾ കാരണം പെട്ടിരിക്കാം. നിങ്ങൾ വാ വാ. എന്താ പ്ലീസ്? അതെ, ഇന്നൊരു രാത്രി മാത്രം നിനക്ക് ഞങ്ങള് സ്റ്റേ അറേഞ്ച് ചെയ്യാം. നാളെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവൂല. നാളെ മുതൽ ഞങ്ങളും നീയും തമ്മിൽ ഒരു പരിചയം ഉണ്ടാവില്ല. എല്ലാം നിനക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. നീ ഇന്ന് വണ്ടി കയറി. വാ, കേറാം. എടാ, നീ എന്തിനാ ഇവിടെ നിർത്തിയേ? ഈ വണ്ടിയുമായിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ അല്ലേ? ഗേറ്റ് ലോക്ക്ഡ് ആയിരിക്കും. സെക്യൂരിറ്റിയിൽ നിന്നും ഒരു ആനുകൂല്യവും നമ്മൾ പ്രതീക്ഷിക്കണ്ട. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേ നമുക്ക് എങ്ങനെയെങ്കിലും അകത്ത് കയറാം. എല്ലാരും ഇറങ്ങിക്കോ. എന്നാ പിന്നെ എല്ലാവർക്കും ഇറങ്ങാം. ബാ, ഇറങ്ങ്. ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ. വാ വാ വാ. അല്ല, നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോവാ? ഇന്നത്തെ ഒരു രാത്രി താമസിക്കാൻ നിനക്കൊരു സ്ഥലം വേണ്ടേ? അല്ല, ഞാൻ എവിടെ താമസിക്കും? നിനക്ക് വേണ്ടി ഞങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടൽ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് മതിയാവോ? അത്രയ്ക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലം വേണോ? എന്നാ പിന്നെ ഒരു കടത്തിന്റെ ആയാലോ? അല്ല, അത് വേണ്ട.
ഈ തിണ്ണയിലൊക്കെ കിടന്നാലേ നല്ല തണുപ്പായിരിക്കും. ദേ, നീ അപ്പം തന്നാ മതി, കുഴി എണ്ണണ്ട. മനസ്സിലായോ? എല്ലാരും വന്നേ. അതെ, നമ്മള് എങ്ങനെ അകത്ത് കയറും? ഇവനെയും കൊണ്ട് ഗേറ്റിനടുത്തേക്ക് ചെന്നാ ആ അമ്പിളിയമ്മായി കാണില്ലേ? ഇവനെ കൊണ്ട് നേരായ വഴിയിലൂടെ അകത്ത് കയറാൻ കഴിയില്ല. എന്നാ അമ്പിളി അമ്മയുടെ കണ്ണ് വെട്ടിച്ച് അകത്ത് കടക്കാൻ വേണം. ആ മെയിൻ ഗേറ്റ് വഴി നടക്കും തോന്നില്ല. ഹലോ, ആരാ ഈ അമ്പിളിയമ്മായി? നിങ്ങളുടെ വീട്ടിൽ ആന്റിയാണോ? അമ്പിളിയമ്മായി സെക്യൂരിറ്റിയാ. അകത്ത് കയറാൻ നമുക്കെന്തിനാ മെയിൻ ഗേറ്റ്? മുൻപ് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് എങ്ങനെയാണോ അകത്ത് കയറിയത് അത് തന്നെ ഇവിടെയും ചെയ്യും. വാ. ഹലോ, അതെ, നിങ്ങൾ പറയുന്നൊന്നും എനിക്കങ്ങോട്ട് പിടികിട്ടുന്നില്ല. അവിടെ ചെല്ലുമ്പോ നിനക്കെല്ലാം പിടികിട്ടും. നടക്കോ? ഇതേതാ സ്ഥലം? ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അയ്യോ, ഇത്രയും വലിയ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്? ഇത് വീടല്ല, ഹോസ്റ്റലാ. ഹോസ്റ്റലോ? കണ്ടിട്ട് ഏതോ സായിപ്പിന്റെ ഹോട്ടൽ പോലെ ഉണ്ടല്ലോ. പണ്ട് ഹോട്ടലാ, ഇപ്പൊ വനിതാ ഹോസ്റ്റൽ. വനിതാ ഹോസ്റ്റലാണോ? പെൺകുട്ടികളുടെ ഹോസ്റ്റലാണോ ഞാൻ താമസിക്കേണ്ടത്? നിനക്ക് പേടിയുണ്ടോ? അല്ല, എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര പേടിയാ. എന്നിട്ട് ഞങ്ങളാരെയും നിനക്ക് പേടിയില്ലല്ലോ. ഞങ്ങൾ പെൺകുട്ടികളല്ലേ? അല്ല, അതല്ല, നിങ്ങൾ എന്റെ കൂട്ടുകാരല്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയില്ലാത്ത. എങ്കിലേ നീ പേടിക്കണ്ട, ഇവിടെ ഒരു പെൺകുട്ടികളും നിന്നെ കാണാൻ പോകുന്നില്ല. ഇന്നത്തെ ഈ രാത്രി ഇവിടെ ഇപ്പൊ നിന്നെ ആര് കാണാനാ? അല്ല, ഈ മതിൽ നമ്മളെങ്ങനെ ചാടും? എങ്ങനെയായാലും ഈ മതില് ചാടിയല്ലേ പറ്റൂ. ഈ മതിൽ ചാടാൻ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നീ ഒന്ന് കുനിഞ്ഞു നിക്കാവോ? അതെന്തിനാ? പറയാം, കുനിഞ്ഞു നിക്കാൻ. അങ്ങോട്ട് കുനിഞ്ഞിക്കടാ. അല്ല, എന്തിനാ? വൃന്ദ, നീ ആദ്യം ചാട. വാ. അതെ, അമ്പിളിയമ്മായി നല്ല ഉറക്കോ. ഇവിടെ വേറെ ആരുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചാടിക്കോ. മിണ്ടാ നിക്കടാ. നിന്റെ കാര്യം നടക്കാനല്ലേ കൈവിട്ട് കളിയൊക്കെ കളിക്കുന്നത്.